ഫെങ്ഷു പ്രകാരം വീട് വെച്ചാൽ സമ്പന്നനാകുമോ? യാതൊരു സംശയവും വേണ്ട, സമ്പന്നനാകും. കാരണം നമ്മുടെ ഇവിടെ വാസ്തു നിയമങ്ങളൊന്നും നോക്കുന്നില്ല. ഫെങ്ഷുയുടെ ഫ്ലെങ് സ്റ്റാർ നമ്പറുകൾ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നേട്ടം ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ പറയുന്നു വിധിക്കിലെ വീടുകൾ നല്ലതല്ലെന്ന് പറയുന്നു. ഫെങ്ഷു പറയുന്നു നിങ്ങളുടെ വീട് വിധിക്കിലായാലും കുഴപ്പമില്ല, നിങ്ങളുടെ എൻട്രൻസിലും നിങ്ങളുടെ ബെഡ്റൂമിലും നല്ല സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഫെങ്ഷുയിൽ പറയുന്നു. ഫെങ്ഷുയുടെ നിയമങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്കിത് എത്താനായിട്ട് സാധിക്കും. അതിനുള്ള ചില ടിപ്സുകൾ, ചില കാര്യങ്ങളും പറഞ്ഞുതരാം. ഇത് ഒരു വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ ആണ്. ഇപ്പൊ ഈ വസ്തു ഞാൻ പോയി കണ്ടു. ഈ വസ്തു എത്ര ഡിഗ്രിയിലാണ് ദർശനമുള്ളതെന്നും കണ്ടു. എന്നിട്ട് ഞാൻ ഈ ഇതിനകത്ത് വീട് വെച്ചിട്ടില്ല, പ്ലാൻ തയ്യാറാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഈ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഞാൻ എടുത്തു. ഇതാണ് ഈ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ. അപ്പൊ ഇതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റൂമുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നത്. ഇത് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടാണ്. ഈ വീടിന്റെ പ്രധാന വാതിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഈ വീട്ടിലേക്ക് പൈസ ഇടിച്ച് കയറും. എന്ന് വരെ കയറും? 2044 ഫെബ്രുവരി 3 വരെ ഈ വീട്ടിൽ ഭയങ്കര ആഘോഷങ്ങളും സമ്പത്തും ശരിക്കു വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ ഒരു ടൈം വരെ, അതായത് ഇന്നൊരു 10-18 കൊല്ലം ഭയങ്കരമായിട്ട് പ്രോസ്പെരിറ്റി കൊണ്ടുവരും. മതിയല്ലോ, ആ സമയം മതിയല്ലോ നമുക്ക് സമ്പന്നനാവാൻ. ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചൂടെ, കോടീശ്വരനായിക്കൂടെ? അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള പൈസ ആ വീട്ടിലേക്ക് വന്നു കയറും. ഇതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിനെ വെച്ചിട്ട് മാത്രമാണ് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത്, നിങ്ങൾക്കൊരു ബെഡ്റൂം വേണം. അപ്പോൾ വാസ്തു ഇവിടെ ഞാൻ പറയുന്നതേ ഇല്ല, അതിനെപ്പറ്റി മിണ്ടുന്നതേ ഇല്ല, ഫുള്ള് ഫെങ്ഷുയാണ്. നിങ്ങൾക്ക് ഈ ബെഡ്റൂം സെലക്ട് ചെയ്യാം, ഈ ബെഡ്റൂമിൽ കിടക്കാം. ഇപ്പം 2 കാര്യങ്ങളാണ് ഇതിനകത്ത് എടുത്തത്. ഒന്ന്, നിങ്ങളുടെ എൻട്രൻസ് എവിടെ ആയിരിക്കണമെന്ന് പറഞ്ഞു. 2, നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂം എടുത്തു. അടുത്തത്, ഈ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അതിന്റെ കുവാ നമ്പർ എടുത്തു. കുവാ നമ്പർ എടുത്തിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ വെസ്റ്റിലോട്ട് തലവെച്ച് കിടക്കൂ, അല്ലെങ്കിൽ സൗത്തിലോട്ട് തലവെച്ച് കിടക്കൂ. അപ്പൊ ഞാൻ പറയുന്ന ഡയറക്ഷനിലേക്ക് നിങ്ങൾ കട്ടിലിട്ട് കിടക്കണം, ആ ഡയറക്ഷനിലേക്ക് കിടക്കണം. എന്നിട്ട് വീടിന്റെ സ്വീകരണ മുറിയിൽ ഫെങ്ഷു പ്രകാരമുള്ള ടൂളുകൾ ചെയ്യണം. വീടിന്റെ പുറത്ത് 4 മൂലകളിലും 4 ദിക്കിലും ഒക്കെ ആയിട്ട് മറ്റു ചില സിമ്പലുകൾ ഉപയോഗിക്കണം. അങ്ങനെ വീടിനെ വാസ്തുപ്രകാരവും ഫെങ്ഷു പ്രകാരവും പിരമിഡ് വാസ്തു പ്രകാരവും വീടിനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള ചില ടൂൾസുകളും വെക്കും. ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്ന ഈ ഒരു ധനാഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മഹത്തായ ശാസ്ത്രത്തിലൂടെ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ 3 സയൻസുകൾ ഇവിടെ മിക്സ് ചെയ്യുന്നു. ഒന്ന് വാസ്തു, ഒന്ന് ഫെങ്ഷുയി, ഒന്ന് പിരമിഡ് വാസ്തു. നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.